അല്ല ഇത് അറിയാം? ഇല്ല. ഇതിന്റെ പേരാണ് പുല്ലാഞ്ഞി എന്ന് പറയും. പുല്ലാഞ്ഞി ചില. എന്തുവാ ഇത് മലകളിലൊക്കെ വളർന്നു കിടപ്പുണ്ട് വലിയ ചെടിയായിട്ട്. ഈ കനമൊക്കെയുള്ള വള്ളിയുണ്ട്. മലയിൽ പോകുന്നതുകൊണ്ട് വെള്ളം ദാഹിച്ചാൽ ഒറ്റ വെട്ടതിന് കൊടുക്കും. ഒറ്റ വെട്ടിന് മുറിഞ്ഞാൽ ഇതിന് തൊട്ടിന്ന് വെള്ളം വരുന്നവരെ പട്ടിന്ന് വരുന്നവരഞ്ഞ് വരും. 3-4 പേർക്ക് അടച്ചു കുടിക്കാൻ കിട്ടും. അത്രയും ഇതുണ്ടോ ഇതിന്? അത്രയും മാതിരി വെള്ളം ഇറങ്ങി വരും. പിന്നെ പോയിട്ട് ഇപ്പോൾ ഒരു മുറിവുണ്ടായി. ഇതിൻ്റെ ഇല ഇങ്ങോട്ട് പറിക്കണം, ഈ തളിരില പറിച്ച് കശക്കി ആ നീര മുറിവിലോട്ട് ഒഴിച്ചാൽ അപ്പോഴതിൻ്റെ മുകളിൽ പാട വീഴും. രക്തം ഉടൻ നിൽക്കും, കരിഞ്ഞോണം ഇരിക്കും. പിന്നെ അത് ഈ തീ വെച്ചാലും അറിയത്ത് 2 മണിക്കൂറിനകത്ത് മുറിവ് ഉണക്കാൻ 1-ാം തരം മരുന്നാണ് നീര്. അത് പോയിട്ട് പുല്ലാന്നിക്കുരു എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് പുല്ലാന്നിക്കുരു. ഇതിനകത്ത് ഇങ്ങനെ വളർന്നിങ്ങനെ വരും ഈ ചെടിയെ, വിളഞ്ഞ ചെടിയെ. അത് ഈ മുറിവൊക്കെ ഉണക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി ചേരും. കഷായങ്ങളിലും മറ്റു മരുന്നുകളിലെല്ലാം അങ്ങനെ വിശേഷമുള്ളതാണ് പുല്ലാനി. ഇതൊക്കെ നാട്ടു ചികിത്സകളാണ്. ഗംഭീര മരുന്നാണ്. ഇപ്പം കാട്ടിപ്പോയി ഒരു മുറിവുണ്ടായി, ஆனால் ഇൻസുലിൻ ഒന്നും അന്വേഷിക്കാൻ പോകണ്ട, അപ്പോൾ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. രക്തം പിരിഞ്ഞോട്ട് വരികയല്ല. അതിൻ്റെ മേളിലൊരു പാട ഇങ്ങനെ പിടിക്കും. അതുപോലെ നമ്മുടെ തെങ്ങിൻ്റെ ചരണ്ടി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അങ്ങനെ വിശേഷപ്പെട്ട മരുന്നുകളാണിതെല്ലാം. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ജഗത്യേവം അനൗഷധം. എന്തുവാ? എല്ലാ ഔഷധവും. ലോകത്തിൽ മരുന്നല്ലാത്ത ഒന്നുമില്ല കേട്ടോ. വേറെ ഇവിടെ ഒന്നുമില്ലല്ലോ. മോറിലോട്ട് അങ്ങനൊന്നുമില്ല. ഇതിനകത്തുണ്ടെന്നെങ്കിലേ ഉള്ളൂ. അതിൻ്റെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടെ നിന്ന് എടുത്തതാണ്. ചിലപ്പോൾ നല്ല മഞ്ഞ കടത്തി നിൽക്കും. അതെ അതെ. അത് പുളിയുണ്ട് കേട്ടോ, പുളിയുണ്ട്. ഇത് ഒടിച്ചെടുക്കും. ഇങ്ങ് ഒടിച്ചിടും, അങ്ങോട്ട് മേലൊടിച്ചിടും, അങ്ങോട്ട് കയറി ഇത് ഒടിക്കുക. അവിടെ ഒടിക്കും. ഇതിൻ്റെ പേരാണ് നീരൂരി. നീരൂരി ഇല്ലേ? നീരിന് 1-ാം തരം ഔഷധമാണ്. ഒന്നില്ല. ഇതെന്തോ ചെയ്യുന്നത് ഇതിന്? ഇത് അരച്ചങ്ങ് ഇട്ട് കൊടുക്കുക, അരിക്കാടി. ഒന്നില്ലേ?